പത്തനംതിട്ട മല്ലപ്പള്ളി മുരണിയിൽ ഒരാൾക്ക് പാമ്പ് കടിയേറ്റു. അണലിയാണ് കടിച്ചത്. മുരണി സ്വദേശി സതീഷിനാണ് കടിയേറ്റത്. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രതീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. വിശദാംശങ്ങളുമായി ഷിജോ, അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷിജോ? ഉന്മേഷ, അല്പസമയം മുമ്പാണ് പത്തനംതിട്ട മല്ലപ്പള്ളി മുരണിയിൽ വെൽഡിംഗ് തൊഴിലാളിയായിട്ടുള്ള 51 വയസ്സുകാരൻ രതീഷിന് പാമ്പിന്റെ കടിയേറ്റത്. ഇന്ന് രാവിലെ ഈ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒരു പാമ്പിനെ രതീഷിന്റെ മകൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ വീട്ടിന്റെ മുമ്പിലുണ്ടായിരുന്ന വെൽഡിംഗ് സാധന സാമഗ്രികൾ അത് വീടിനകത്തേക്ക് എടുത്തു വെക്കുന്നതിനിടെയാണ് ഈ ഉപകരണത്തിനകത്തിരുന്ന ഈ അണലി രതീഷിന്റെ കയ്യിലേക്ക് കടിച്ചത്. ഉടൻ തന്നെ പാമ്പിനെ രതീഷ് കുടഞ്ഞ് എറിഞ്ഞ് കളഞ്ഞു എന്നുള്ള നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അണലിയുടെ കടിയേറ്റത്തിന്റെ സ്നേക്ക് ബൈറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ അതികഠിനമായിട്ടുള്ള തലവേദനയും തലകറക്കവും ഉണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും 108 ആംബുലൻസിൽ അദ്ദേഹത്തെ ആദ്യം മല്ലപ്പള്ളിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഇപ്പോൾ അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് മല്ലപ്പള്ളി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ നില അല്പം ഗുരുതരമായതുകൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള പരിചരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്ഥിരീകരിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും ആന്റിവനം കൊടുത്തോ ഇല്ലയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് വീടിന് മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് ഈ പറയുന്ന ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നതിനിടെ അണലിയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെയും ഈ വീട്ടുമുറ്റത്ത് പാമ്പിനെ കണ്ടിരുന്നതായിട്ട് രതീഷിന്റെ മകൾ പറയുകയും ചെയ്തിരുന്നു. ഉന്മേഷ്, ശരി. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.